എം.ആർ. അജിത് കുമാറിനെതിരെ ആരാണ് അന്വേഷണം നടത്തിയതെന്ന് ഹൈക്കോടതി. ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചതിൽ അസ്വാഭാവികതയില്ലേ എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. ഹൈക്കോടതി ജഡ്ജിക്കെതിരെ രജിസ്ട്രാർ അന്വേഷണം നടത്തിയാൽ എങ്ങനെയിരിക്കുമെന്ന് കോടതി. ശ്യാം ദേവരാജുണ്ട്. ശ്യാം ദേവരാജ്, നമ്മൾ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി ചോദിക്കുന്നത്. ഒരു മേലുദ്യോഗസ്ഥനെതിരെ കീഴ്ജീവനക്കാരൻ എങ്ങനെയാണ് അന്വേഷണം നടത്തുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ കോടതി ആ സംശയമാണ് ഉന്നയിച്ചിരിക്കുന്നത്, അല്ലേ ശ്യാം ദേവരാജ്? ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. എം.ആർ. അജിത് കുമാറിനെതിരെ ആരാണ് അന്വേഷണം നടത്തിയത് എന്നാണ് ഹൈക്കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ ചോദ്യം. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ആ ചോദ്യം എം.ആർ. അജിത് കുമാറിന്റെ അഭിഭാഷകനോട് ചോദിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥനാണോ അതോ ജൂനിയർ ഉദ്യോഗസ്ഥനാണോ അന്വേഷിച്ചത് എന്ന കാര്യമാണ് കോടതി ചോദിക്കുകയും ചെയ്യുന്നത്. അത് ഒരു ജൂനിയർ ഉദ്യോഗസ്ഥരാണ് അന്വേഷിച്ചത് എന്ന് എം.ആർ. അജിത് കുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മറുപടി നൽകി. അപ്പോഴാണ് കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ ചോദ്യം വരുന്നത്. ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചതിൽ അസ്വാഭാവികതയില്ലേ എന്നാണ് ഹൈക്കോടതി ആ നിമിഷം ഉന്നയിക്കുന്ന ചോദ്യം. അതിന് മാത്രമല്ല, അതിന് ഒരു ഉദാഹരണമായി ഒരു കാര്യവും കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിക്കുന്നുണ്ട്. ഹൈക്കോടതി ജഡ്ജിക്കെതിരെ രജിസ്ട്രാർ അന്വേഷണം നടത്തിയാൽ എങ്ങനെയിരിക്കും എന്ന കാര്യമാണ് ഹൈക്കോടതി തിരിച്ച് എം.ആർ. അജിത് കുമാറിന്റെ അഭിഭാഷകനോട് ചോദിക്കുകയും ചെയ്തത്. എന്താണ് നടപടിക്രമങ്ങളിൽ സംഭവിച്ച വീഴ്ച എന്നടക്കമുള്ള കാര്യങ്ങൾ എം.ആർ. അജിത് കുമാറിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ഇതിൽ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ അന്വേഷണം നിയമവിരുദ്ധമാണ് എന്നാണ് എം.ആർ. അജിത് കുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തത്. ADGP എം.ആർ. അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കഴിഞ്ഞയാഴ്ചയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്വേഷണമാകാം എന്ന നിർദ്ദേശം നൽകിയത്, അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയത്. അത് ആ അന്വേഷണം ക്ലീൻ ചിറ്റ് നൽകിയ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വ്യക്തമാക്കിയത്. ആ ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് എം.ആർ. അജിത് കുമാർ ഇന്നലെ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഇന്നത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. ആ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴാണ് ഇത്തരമൊരു സുപ്രധാനമായ ചോദ്യം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഉയരുന്നത്. ആ ചോദ്യം എം.ആർ. അജിത് കുമാറിനെതിരെ ആരാണ് അന്വേഷണം നടത്തിയത് എന്ന കാര്യമാണ്. ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചതിൽ അസ്വാഭാവികതയില്ലേ എന്നും കോടതിയുടെ ചോദ്യമാണ്. ഇപ്പോഴും വാദം തുടരുകയാണ്. ശ്യാം ദേവരാജ്, തുടരുക, വാദം കേൾക്കുക. എന്താണ് കോടതിയുടെ തീർപ്പെന്നറിയണം. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണിത്. എം.ആർ. അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിച്ചു പിടിച്ചു നിർത്തുന്നു എന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു ചോദ്യം ഉണ്ടാവുന്നത്. അത് തീർച്ചയായും സർക്കാരിന് പ്രഹരമേൽപ്പിക്കുന്ന ചോദ്യം തന്നെയാണ്. നമ്മളടക്കം ചോദിച്ചിരുന്ന ചോദ്യം ഇതാണ്. എം.ആർ. അജിത് കുമാറിനെതിരായ അന്വേഷണം അദ്ദേഹത്തിന്റെ ഓഫീസ് റാങ്കിൽ കുറഞ്ഞ ഒരാൾ അന്വേഷിച്ചാൽ ഇത് എങ്ങനെയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് ഹൈക്കോടതി അതേ ചോദ്യമാണ് ആവർത്തിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. വാദം തുടരുകയാണ്. ശ്യാം ദേവരാജാണ് ലീഗൽ കറസ്പോണ്ടന്റ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ടവരെ,